എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിൽ അർഹരായിട്ടുള്ള എല്ലാ കർഷകരും അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നിരവധി ആൾക്കാർ ഈ ഒരു ID എടുത്തിട്ടുണ്ട്. ചിലർക്ക് ഈ സെൻട്രൽ ID എന്താണെന്നുള്ളത് അറിയില്ല. അവർക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് KL മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ നമുക്ക് ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു രജിസ്ട്രേഷൻ ID മാത്രമാണ്. അതല്ല നമ്മുടെ ഫാർമർ ID. ഫാർമർ ID മീൻസ് നമ്മുടെ സെൻട്രൽ ID. സെൻട്രൽ ID നമുക്ക് നോക്കുന്നത് KLFR എന്നുള്ളത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് എൻറോൾമെന്റ് സ്റ്റാറ്റസ് എന്നുള്ളത് ഏറ്റവും ആദ്യം കാണാം, ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആധാർ നമ്പർ എന്നുള്ളതിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക. എൻറോൾമെന്റ് ID എന്നത് കാണിക്കും. അവിടെ ആധാർ നമ്പറിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് തൊട്ട് താഴെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ആദ്യ ആധാർ നമ്പർ വരും. അതിന്റെ തൊട്ട് താഴെ നമുക്ക് സെൻട്രൽ ID കാണിക്കും. അതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രൽ ID, ഫാർമർ ID എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഈ KL തുടങ്ങുന്ന നമ്പർ അല്ല നമ്മുടെ ഫാർമർ ID. നമ്മുടെ ID എന്നുള്ളത് സെൻട്രൽ ID ഇതാണ്. ഇതെല്ലാവരും നോക്കി ഒന്ന് എഴുതി എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പക്ഷെ PM കിസാൻ സമ്മാൻ ഇനി ആവശ്യം വരില്ല, കാരണം അത് ഓട്ടോമാറ്റിക്കലി PM കിസാൻ സമ്മാനിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇനി അതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ പുതിയ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു സെൻട്രൽ ID എടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ഓർത്തുകൊള്ളുക. ആദ്യം നിങ്ങൾ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കണം. എടുത്തിട്ട് മാത്രമേ പുതിയ അപേക്ഷയിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം അവരത് അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇതിന്റെ ഒരു പുതിയ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്താണ് ഇവിടെ സെൻട്രൽ ഫാർമർ ID എടുക്കാതെ ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആദ്യം അത് എടുത്ത് നമുക്ക് അപ്രൂവൽ ആവത്തില്ല, ഒരിക്കലും പെൻഡിങ്ങിൽ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് സെൻട്രൽ ID അവിടെ കാണിക്കും. ആ സെൻട്രൽ ID അവിടെ അപ്ഡേറ്റ് ആവാതെ നമുക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ തുക മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട്. നിങ്ങൾ ഇത് മുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് എടുക്കാതിരിക്കരുത്. രജിസ്ട്രേഷൻ ID, ഫാർമർ ID എടുത്തുകൊള്ളുക. സെൻട്രൽ ID ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത് എടുക്കണം നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ തുക വേണമെന്നുണ്ടെങ്കിൽ, അത് ഉപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് ഇട്ടേക്കുക. അതുപോലെ തന്നെ PM കിസാൻ സമ്മാനിന്റെ 20ാമത്തെ ഗഡു വന്നു. നമുക്ക് ഈ മാസം 27 ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും 27 ഇല്ല. 27 മാൻ കി ബാത്ത് ആണ്. ഈ മാൻ കി ബാത്ത് വഴി ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആണ് അത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ PM കിസാൻ സമ്മാന വിതരണം ആ ദിവസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിലാണ്. 26 അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. അതിനുശേഷമുള്ള ഒരു പ്രോഗ്രാമാണ് മാൻ കി ബാത്ത്. അതിനുശേഷമുള്ള 4 ദിവസത്തിനുള്ളിൽ വിതരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഈ മാസം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. അടുത്ത മാസം ആദ്യ ആഴ്ചയിലൂടെ തന്നെയായിരിക്കും PM കിസാൻ സമ്മാനയുടെ വിതരണം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.